ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 5-ാം തിരുവചനം. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ക്രിസ്തുവിന്റെ ശുശ്രൂഷ അങ്ങനെയായിരുന്നു. സാധാരണക്കാരുടെ, ചുങ്കക്കാരുടെ, മീൻപിടുത്തക്കാരുടെ, ഒറ്റിക്കൊടുത്ത വഞ്ചകന്റെ ഒക്കെ പാദത്തിങ്കിലേക്ക് അവനെത്തി. എന്നിട്ട് ആ പാദങ്ങൾ ക്ഷാളനം ചെയ്ത് മുത്തമിട്ടു. ഈ പെസഹായിൽ എൻ്റെ കർത്താവ് എത്രത്തോളമാ എൻ്റെ മുന്നിൽ വളർന്നു നിൽക്കുന്നതെന്ന് എനിക്ക് തിരിച്ചറിയാനാവുന്നില്ല. കാരണം ഞാൻ അത്രമേൽ അവൻ്റെ മുൻപിൽ ചെറുതായി പോകുന്നു. ഈ പുതിയ പെസഹ നൽകുന്ന സന്ദേശം എത്ര വലുതാ! അവൻ പറഞ്ഞു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഞാൻ ആരുടെയൊക്കെ അടുത്തേക്ക് പോകണം? ഞാൻ ആരുടെയൊക്കെ അടുത്ത് അനുരഞ്ജപ്പെടണം? ഞാൻ ആരുടെയൊക്കെ പാദങ്ങൾ തൊടണം? അവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ പെസഹ വലിയ ഒരു മാതൃകയാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തേണ്ട ക്രിസ്തു സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ വലിയ ഒരു മാതൃക. അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. അത് സ്നേഹമാണ്. പൊറുക്കുന്ന സ്നേഹം, കരുണയുടെ സ്നേഹം, ദയയുടെ സ്നേഹം, കണ്ണീർ തുടയ്ക്കുന്ന സ്നേഹം, അനുരഞ്ജനത്തിന്റെ സ്നേഹം, ചേർത്ത് പിടിക്കലിന്റെ സ്നേഹം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം ഉണ്ടാകാനാണ് അവൻ നമ്മുടെ പാദങ്ങളെ തൊടുന്നത്. സാധിക്കട്ടെ. ഈ പുതിയ പെസഹ നമ്മുടെ ഹൃദയത്തിലും ഒരു പുതിയ ചൈതന്യത്തിന്റെ, പുതിയ ഉണർവിന്റെ യാത്ര ആരംഭിക്കാൻ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.